കോഴിക്കോട് കായക്കൊടിയിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. പട്ടർകുളങ്ങര, നാവൂട്ടുകുന്ന ഭാഗങ്ങളിൽ പലയിടങ്ങളിലായി വീടുകൾ തകർന്നു. വലിയ തോതിൽ കൃഷിയും നശിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങൾ നൽകും. ഷെയ്ദ്, എത്രത്തോളം പ്രദേശത്താണ് ഈ മിന്നൽ ചുഴലി അനുഭവപ്പെട്ടത്? വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്? പക്ഷേ വൈകിട്ടോടുകൂടിയാണ് വലിയ തോതിലുള്ള മഴയും മിന്നൽ ചുഴലിയും പ്രദേശത്തുണ്ടായത്. ഈ കായക്കൊടി പഞ്ചായത്തിലെ പട്ടർകുളങ്ങര, നാവോട്ടുകുന്ന് ഭാഗങ്ങളിലാണ് മിന്നൽ ചുഴലിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. നാവോട്ടുകുന്നിൽ 3 വീടുകൾ തകർന്നിട്ടുണ്ട്. 2 വീടുകൾക്ക് കേടുപാട് പറ്റി. പട്ടർകുളങ്ങരയിലും നാവോട്ടുകുന്നിലുമായി നിരവധി കാർഷിക വിളകൾക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. തെങ്ങുകളും മരങ്ങളും കടപുഴകിയാണ് പ്രദേശത്ത് വലിയ അപകടമുണ്ടായിരിക്കുന്നത്. വൈദ്യുതി ബന്ധവും പ്രദേശത്ത് താറുമാറായ അവസ്ഥയിലാണുള്ളത്. വൈദ്യുതി ബന്ധം ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആളപായമൊന്നും ആളുകൾക്ക് പരിക്കേറ്റില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പ്രദേശത്ത് ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. ശരി, മുഹമ്മദ് ഷെയ്ദാണ് വിവരങ്ങൾ നൽകുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഇന്നും നാളെയും വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്, മുന്നറിയിപ്പുണ്ട്. കൃത്യമായിട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക.